പ്രിയമുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പരിശോധിക്കും. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂലിന് സലാമിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പിന്നീട് പറയുന്നത് അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയുള്ളവനാണ്? എന്റെ കെട്ടിക്കൊടുക്കുകൾ അകീച്ചു മാറ്റി തരുന്നവനാണ്, എന്റെ പ്രയാസങ്ങൾ നീട്ടിത്തരുന്നവനായ പ്രവാചകനാണ്. നാരിയസ്വലാത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നു. ആ പറയുന്ന സംഗതി തെറ്റാണോ? അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? ഉസ്താദുമാരോട് ചോദിക്കൂ സഹോദരന്മാരെ. എങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നോക്കുമ്പോ അള്ളാന്റെ നിർദ്ദേശം ഉണ്ടായപ്പോ മൂസാ നബിക്ക് നാവിന് കെട്ടിക്കൊടുക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വിക്കുണ്ട്, പ്രയാസമുണ്ട്. ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത് ഖുർആനിൽ കാണാം. നമ്മുടെ കെട്ടുകുടുക്കുകൾ അയച്ചു തരുന്നത്, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നത് ഒരിക്കലും റസൂലല്ല, നബിമാരല്ല, മുൻഗാമികളാരുമല്ല, അള്ളയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. സൂറത്ത് ത്വാഹയിൽ നമുക്ക് കാണാം, റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ചു തേടുകയാണ്. എന്റെ രക്ഷിതാവേ, അല്ലാഹുവേ, ഇശ്റഹ് ലീ സ്വദ്രി. ഫിർഔന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അവൻ കിങ്കരനാണ്, അവൻ ഭീകരവാദിയാണ്, അഹങ്കാരിയാണ്, അതിര് കടന്നവനാണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന് വിശാലത കൊണ്ട്, എനിക്ക് ധൈര്യം കൊണ്ടാ. വയസ്സിർ ലീ അംരി, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊണ്ടതാ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിലെ കെട്ടുകുടുക്ക് അഴിച്ചു മാറ്റിക്കൊണ്ടതാ. ആരാ നാവിലെ കെട്ടുകുടുക്ക് മാറ്റിത്തരുന്നവൻ? അള്ളയാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ കാവിലെ കെട്ടുകുടുക്ക് മാറ്റിക്കൊണ്ടതാ. ഇതാണ് മുൻഗാമികൾ പഠിപ്പിച്ചതെങ്കിൽ, അങ്ങനെയുള്ളവരാണ് നാഥനെങ്കിൽ, ആ നാഥൻക്ക് കൊടുക്കേണ്ടുന്ന ആ നാഥന്റെ സിഫത്ത് ഇതാ റസൂലുള്ളാഹിക്ക് വെച്ചു കൊടുക്കുന്ന നാരിയ സ്വലാത്ത് ചെല്ലണോ, കമാലിയ സ്വലാത്ത് അതുപോലുള്ളത് ചെല്ലണോ, കെഞ്ചുൽ അർശ് ചെല്ലണോ, അതുപോലുള്ള നൂലാമാലകൾ ചെല്ലണോ? സഹോദര, ഈ പുത്തൻ വാദത്തെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. സുന്നത്തിനോട് യോജിപ്പ് വേണമെങ്കിൽ ദീനിലുണ്ടാവണ്ടേ? ഉണ്ടാകുമ്പോഴല്ലേ അത് സുന്നത്താകുന്നത്. ഇല്ലാത്തതെങ്ങനെ യഥാർത്ഥത്തിൽ സുന്നത്തിൽ വരും? അതുകൊണ്ട് ദീൻ പൂർത്തിയായതിനു ശേഷം ദീൻ പുതുതായി അതിലൊന്നും ചേർത്താൻ നമുക്ക് സാധ്യമല്ല, പാടില്ല. ആ കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയാറുള്ളത് സ്വലാത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ പറയാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് കൂട്ടുപ്രാർത്ഥനയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ട് ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ അതിനെ എതിർക്കുന്നവരാണ്. അവർക്കൊരിക്കലും കൂട്ടുപ്രാർത്ഥന ഇല്ലാത്തവരാണ്. അതാ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ പിന്തുടരണ്ട, അവരോട് നിങ്ങൾക്ക് താല്പര്യം വേണ്ട എന്ന് ചില ആളുകൾ, ചില ഉലമാക്കൾ പഠിപ്പിക്കാറുണ്ട്. എന്താണ് ആ വിഷയത്തിൽ സുന്നത്ത്? നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഹദീസിൽ നമുക്ക് കാണാം. സ്വഹാബികളെ ഏകപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 3 തവണ അത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റ് പോകും. എന്നിട്ടോ അവിടെ ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് സ്വഹാബികളൊക്കെ മാറിയിരിക്കുകയാണ്, റസൂലുള്ള വേറെ ഇരിക്കുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് 33 തവണ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലുന്നു. അത് 100 തികയ്ക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ചൊല്ലി പൂർത്തീകരിച്ച് 100 ആക്കുന്നു. എന്നിട്ടതാ അള്ളാഹുവോട് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സമയത്തെക്കുറിച്ച് അല്ല എതിർക്കാത്ത, അല്ല മാറ്റാത്ത, അല്ല തടുക്കാത്ത, അല്ല തടഞ്ഞു വെക്കാത്ത, സ്വീകരിക്കുന്ന സമയമായി റസൂൽ എടുത്തു പറഞ്ഞ നിർബന്ധ നമസ്കാര വേഷമുള്ള സമയം നീ റബ്ബിനോട് വേണ്ടത് പറഞ്ഞോളൂ എന്ന് സ്വഹാബികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവനവന്റെ പ്രശ്നം അവന്റെ ഭാര്യയുടെ, അവന്റെ മക്കളുടെ, അവന്റെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും